ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദിയുടെ ഫലഭൂയിഷ്ഠമായ തീരത്ത് ഉടലെടുത്ത ഏറ്റവും പുരാതനമായ ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. കലാരംഗത്തും ശാസ്ത്രമേഖലയിലും ചികിത്സാരംഗത്തും എല്ലാം അവർ മികവ് പുലർത്തിയിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രം ഉടലെടുക്കുന്നതിനും എത്രയോ മുൻപ് 3300 BCEക്കും 525 BCEക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഈജിപ്തിൽ വൈദ്യന്മാർ ശസ്ത്രക്രിയകൾ വരെ നടത്തിയിരുന്നു. ഇതുകൂടാതെ അവിടെ ബോൺ സെറ്റിംഗ് അഥവാ ഒടിവിനും ചതവിനുമുള്ള ചികിത്സ, ഹ്യൂമൻ അനാട്ടമി, ഡെന്റിസ്ട്രി അഥവാ ദന്തരോഗ ചികിത്സ എന്നിവയും നിലവിലുണ്ടായിരുന്നു. അതും അന്ധകാലത്ത്. ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. 600 BCEയിൽ ഇന്ത്യയിലെ കാശിയിൽ ജീവിച്ചിരുന്ന സുശ്രുത സംഹിതയുടെ രചയിതാവായ സുശ്രുതൻ ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. 2780 BCEയിൽ ഈജിപ്തിൽ ഒരു പ്രമുഖ വൈദ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഇംഹോട്ടെപ്പ്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് അഥവാ വൈദികൻ കൂടിയായിരുന്നു. സോസർ എന്ന ഫറവോ തന്റെ സഭയിൽ ഇംഹോട്ടെപ്പിന് ഒരു ഉന്നത സ്ഥാനം നൽകി ആദരിക്കുകയുണ്ടായി. ഒരു എഞ്ചിനീയർ കൂടിയായിരുന്ന ഇംഹോട്ടെപ്പാണ് സക്കാറ എന്ന പ്രദേശത്ത് സ്റ്റെപ്പ് പിരമിഡ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. പുരാതന ഈജിപ്തിന്റെ തലസ്ഥാനമായ മെംഫിസിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് സക്കാറ. സ്റ്റെപ്പ് പിരമിഡിന്റെ നിർമ്മാണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് അദ്ദേഹം ആവശ്യമായ വൈദ്യസഹായം നൽകിയിരുന്നു. ഈജിപ്ഷ്യൻ വൈദ്യത്തിന്റെ പിതാവായി ഇംഹോട്ടെപ്പ് അറിയപ്പെടുന്നു. തന്റെ ചികിത്സാ രീതികളും നിരീക്ഷണങ്ങളും എല്ലാം പപ്പൈറസ് ചുരുളുകളിൽ ഇംഹോട്ടെപ്പ് രേഖപ്പെടുത്തി സൂക്ഷിച്ചിരുന്നു. എഡ്വിൻ സ്മിത്ത് പപ്പൈറസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1600 BCയിൽ എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന ഒരു പുരാതന ഈജിപ്ഷ്യൻ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഇത്. 1862 എഡ്വിൻ സ്മിത്ത് എന്ന അമേരിക്കൻ ഈജിപ്ഷ്യോളജിസ്റ്റ് ഇത് വാങ്ങി. അതിനെ തുടർന്നാണ് എഡ്വിൻ സ്മിത്ത് പപ്പൈറസ് എന്ന് ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇംഹോട്ടെപ്പിന്റെ രേഖകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വിവിധ തരം മുറിവുകൾ, ഒടിവുകൾ എന്നിങ്ങനെ 48ഓളം മെഡിക്കൽ കണ്ടീഷനുകളെക്കുറിച്ച് ഈ പപ്പൈറസ് ചുരുളിൽ പരാമർശിക്കുന്നുണ്ട്. മരണത്തിന് 2000 വർഷങ്ങൾക്ക് ശേഷം വൈദ്യത്തിന്റെയും രോഗശാന്തിയുടെയും ദൈവമായി ഇംഹോട്ടെപ്പിനെ ഈജിപ്ഷ്യൻ ജനത ആദരിച്ചു പോന്നു. 3533 BCE കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ ഭരണാധികാരി ആയിരുന്ന ഫറവോ സഹൂറയ്ക്ക് മൂക്കിൽ എന്തോ കാര്യമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. തീരെ രക്ഷയില്ലാതെ രോഗം മൂർച്ഛിച്ചപ്പോൾ സെക്കെത്തനാക് എന്നു പേരുള്ള ഒരു വൈദ്യനെ ഫറവോ സമീപിച്ചു. വൈദ്യൻ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കിയത്രേ. പുരാതന ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം വൈദ്യവും മാജിക്കും ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന പോലെ ആയിരുന്നു. ഒരു മനുഷ്യന്റെ ആരോഗ്യവും രോഗാവസ്ഥയും എല്ലാം തീരുമാനിക്കുന്നത് അവന്റെ ചുറ്റുപാടുകളും പ്രപഞ്ചവും ആണെന്ന് അവർ കരുതി. ഒരു വ്യക്തി മറ്റു വ്യക്തികളുമായും മൃഗങ്ങളുമായും നല്ലതും ചീത്തയുമായ ആത്മാക്കളുമായും എല്ലാം എങ്ങനെ ഇടപഴകുന്നുവോ അതിനനുസരിച്ച് അയാളുടെ ആരോഗ്യം പുഷ്ടിപ്പെടുകയോ രോഗങ്ങൾ വരികയോ ഒക്കെ ചെയ്യുമത്രേ. ഇതായിരുന്നു അവരുടെ വിശ്വാസം. ഇതേറെക്കുറെ ശരിയുമാണ്. 1555 BCEയിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന എബേഴ്സ് പപ്പൈറസ് ചുരുളുകളിൽ ഹൃദയത്തെക്കുറിച്ചും പൾസിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഇത് പ്രകാരം മനുഷ്യരുടെ ശരീരത്തിൽ 22 വെസൽസ് അഥവാ കുഴലുകളാണ് ഉള്ളത്. അവയ്ക്ക് ശരീരത്തിന് പുറത്ത് ത്വക്കിലും മറ്റുമുള്ള ചെറു സുഷിരങ്ങളുമായി ബന്ധമുണ്ട്. അതുവഴിയാണ് അവ ശരീരത്തിന് പുറത്തേക്ക് തുറക്കുന്നത്. ഇതിലൂടെയാണ് രക്തവും വായുവും ശുക്ലവും മ്യൂക്കസും കണ്ണുനീരുമെല്ലാം ഒഴുകുന്നത്. മാത്രമല്ല, ഈ കുഴലുകൾ പലയിടങ്ങളിലായി പരസ്പരം കണക്റ്റഡ് ആണ്. ഹൃദയമാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്. വൈദ്യന്മാർക്ക് രോഗിയുടെ പൾസ് പരിശോധിക്കുന്നത് വഴി ഇത്തരം വെസൽസുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളും മറ്റ് പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. നൈലിന്റെ ഒഴുക്ക് എങ്ങനെയാണോ ഈജിപ്തിന്റെ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നത്, ഏതാണ്ട് അതുപോലെ ഈ വെസൽസിലൂടെയുള്ള വിവിധ തരം പ്രവാഹങ്ങൾ മനുഷ്യരെ ആരോഗ്യവാന്മാരാക്കുന്നു. ഇതിലുണ്ടാകുന്ന കുഴപ്പങ്ങളാണ് മനുഷ്യരെ രോഗികളാക്കുന്നത്. എഴുത്തിനെയും ജ്ഞാനത്തിനെയും പ്രതിനിധീകരിക്കുന്ന ഈജിപ്ഷ്യൻ ദൈവമാണ് തോത്ത്. ഒരു വൈദ്യൻ പാലിക്കേണ്ടുന്ന മര്യാദകളെപ്പറ്റി തോത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഒരു രോഗിക്ക് ചികിത്സ കൊണ്ട് 4 ദിവസങ്ങൾക്ക് ശേഷവും യാതൊരു മാറ്റവും കാണുന്നില്ലെങ്കിൽ ചികിത്സാരീതി മാറ്റാനുള്ള സ്വാതന്ത്ര്യം വൈദ്യന്മാർക്ക് ഉണ്ടായിരുന്നു. അതേസമയം വൈദ്യന്മാരുടെ ചികിത്സയിൽ ഉണ്ടാകുന്ന പിഴവുകൾ മൂലം രോഗി മരിക്കുകയോ മറ്റോ ചെയ്താൽ അതൊരു മഹാ അപരാധം തന്നെയായിരുന്നു. വൈദ്യന്മാർക്കിടയിൽ തന്നെ ഓർഡിനറി ഡോക്ടറെന്നും ജൂനിയർ സീനിയർ ഡോക്ടറെന്നും ചീഫ് ഡോക്ടറെന്നും എല്ലാമുള്ള ക്ലാസിഫിക്കേഷൻ അന്നുമുണ്ടായിരുന്നു. പുരുഷന്മാരെ കൂടാതെ സ്ത്രീകളും അക്കാലത്ത് ചികിത്സാരംഗത്തുണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പുരാതന ഈജിപ്തുകാർക്ക് മനുഷ്യരുടെ അനാട്ടമിയെക്കുറിച്ചും വിവിധതരം രോഗങ്ങളെക്കുറിച്ചും രക്തക്കുഴലുകളെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചും തലച്ചോറിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെക്കുറിച്ചും എല്ലാം വിശദമായി അറിയാമായിരുന്നു. പക്ഷേ ഹൃദയമാണ് ശരീരത്തിലെ യൂറിൻ, കണ്ണുനീർ എന്നിവയെ പമ്പ് ചെയ്യുന്നതെന്ന തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായിരുന്നു.
ശസ്ത്രക്രിയകൾക്കു വേണ്ടി പുരാതന ഈജിപ്തുകാർ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള സ്കാൽപ്പലുകളും ഫോർസെപ്പുകളും കത്രികകളും സ്പ്ലിന്റുകളുമൊക്കെ ഉപയോഗിച്ചിരുന്നു. അവർ മുറിവ് തുന്നിക്കെട്ടിയിരുന്നു. ലിനനും പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലെയുള്ള ഒരു വസ്തുവും ഉപയോഗിച്ചാണ് കയ്യും കാലുമൊക്കെ ഒടിയുമ്പോൾ ഇടുന്ന പ്ലാസ്റ്റർ അവർ ഉണ്ടാക്കിയിരുന്നത്. കൂടാതെ സൈക്കോളജിയെക്കുറിച്ചും അവർക്ക് അറിവുണ്ടായിരുന്നു. മെംഫിസിൽ കണ്ടെത്തിയ 2500 BC-യിലേത് എന്ന് കരുതുന്ന ഒരു ശവകുടീരത്തിൽ സർജറിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. ഒരസുഖത്തിന്റെ ചികിത്സയ്ക്കായി ഒരൊറ്റ മരുന്ന് കൊടുക്കുന്നതിന് പകരം ഡോക്ടർമാർ പലതരം മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. കഴിക്കാനും കുടിക്കാനും ആവി പിടിക്കാനും ശരീരത്തിൽ പുരട്ടാനും മലദ്വാരം വജൈന എന്നീ ശരീരഭാഗങ്ങൾ വഴി ഉള്ളിലേക്കെടുക്കാനുമുള്ള മരുന്നുകൾ അന്ന് ഡോക്ടർമാർ നൽകിയിരുന്നു. മരുന്നുകളുടെ നിർമ്മാണത്തിനായി ഉള്ളി, വെളുത്തുള്ളി, അക്കേഷ്യ, ആലോവേര അഥവാ കറ്റാർവാഴ, കനാബിസ് അഥവാ കഞ്ചാവ്, കർപ്പൂരം, ഇഞ്ചി, മിന്റ് അഥവാ പുതിന എന്നീ സസ്യങ്ങളെയൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇതുകൂടാതെ വിവിധതരം മിനറൽസ് അഥവാ ധാതുക്കളും അയിരുകളും തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന മെഴുക്, മൃഗക്കൊഴുപ്പ്, ആലം, കോപ്പർ, അയൺ ഓക്സൈഡ്, ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ, സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സൾഫർ, ആഴ്സനിക് സംയുക്തങ്ങൾ എല്ലാം അവർ ഈ ആവശ്യത്തിനായി യൂസ് ചെയ്തിരുന്നു. നല്ല നിറമുള്ള ചില സംയുക്തങ്ങൾ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി അവർ ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കണ്ണുകളിൽ പുരട്ടുന്ന കറുത്ത ചായത്തിന്റെ നിർമ്മാണത്തിനായി ലെഡ് സൾഫൈഡിനെ അവർ പ്രയോജനപ്പെടുത്തി. 4000 BCE-യിൽ കണ്ണുകൾക്ക് പുറമെ പുരട്ടാനുള്ള ചായത്തിന്റെ നിർമ്മാണത്തിനും ചില ചികിത്സകൾക്കും ഒക്കെയായി മാലക്കൈറ്റ് ഉപയോഗിച്ചിരുന്നു. കോപ്പറിന്റെ ഒരു ഓർ അഥവാ അയിരിനെ വിളിക്കുന്ന പേരാണ് മാലക്കൈറ്റ്. ഇതിന് നല്ല പച്ച നിറമാണ്. രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ പണ്ട് പുരാതന ഈജിപ്തിൽ ചികിത്സകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില മരുന്നുകൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈജിപ്തിൽ പണ്ട് അമ്മി മേജസ് എന്ന ചെടിയുടെ കായ്കൾ വിറ്റിലിഗോ എന്ന ത്വക്ക് രോഗത്തിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നു. ഈ ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന 8-മീഥോക്സിസൊറാലൻ എന്ന രാസവസ്തുവിനെ ഇന്ന് സോറിയാസിസ്, വിറ്റിലിഗോ എന്നീ ത്വക്ക് രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഡയബറ്റിസ്, ക്യാൻസർ പോലെയുള്ള വിവിധതരം രോഗാവസ്ഥകളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും വിശദമായി വിവരിക്കുന്ന വ്യത്യസ്ത കാലങ്ങളിലായി എഴുതപ്പെട്ട നിരവധി പപ്പൈറസ് ചുരുളുകൾ ഈജിപ്തിൽ നിന്നുമായി കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. എഡ്വിൻ സ്മിത്ത് പപ്പൈറസ്, എബേഴ്സ് പപ്പൈറസ്, കാഹുൻ ഗൈനക്കോളജിക്കൽ പപ്പൈറസ് എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം. ഒരിക്കൽ ഈജിപ്തിൽ നിന്നും ഒരു മമ്മിയെ കണ്ടെത്തുകയുണ്ടായി. ആ മമ്മിയുടെ 2 പല്ലുകൾ തമ്മിൽ ഒരു സ്വർണ്ണ കമ്പി കൊണ്ട് ചേർത്ത് കെട്ടിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് ദന്തചികിത്സയുടെ ഭാഗമായി ചെയ്തതാണ് ഇത് എന്ന് ഗവേഷകർ കണ്ടെത്തി.